ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. എല്ലാവർക്കും അപ്പൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. എൻ്റെ അനിയത്തിയുടെ വീട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ഫംഗ്ഷനായിരുന്നു അത്. ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അനിയത്തിയുടെ മലപ്പുറത്തെ സ്നേഹിതയും കുടുംബവും ഞങ്ങളെ സന്ദർശിക്കാൻ വന്നിട്ടുണ്ട്. അന്നേ ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി. അതിൻ്റെ കൂടെ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് എടുത്ത കുറച്ച് വീഡിയോസ് കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ഹൗസ് വാമിങ്ങിന് വീടിൻ്റെ തീമിൽ ഒരു കേക്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാനത് അനിയത്തിയുടെ മോന് കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചതാണിത്. അപ്പോൾ റഫാൻ അത് നോക്കിയിട്ട് ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട്. മാസിനും സിയയും അമാനും ഒക്കെ ഇവിടെ ഇരിപ്പാണ്. കുറച്ച് കസിൻസൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് ഹൗസ് വാമിങ്ങിന് പങ്കെടുത്തത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കാലത്തായിരുന്നു കേട്ടോ ഇവിടെ ഹൗസ് വാമിങ്ങിനായിട്ട് ഞങ്ങളെല്ലാവരും വന്നത്. അപ്പോൾ പാല് കാച്ചലൊക്കെ കഴിഞ്ഞു, ചായ കൂടി കഴിഞ്ഞു, ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് റിലാക്സ് മോഡിലായിട്ട് ഈവനിങ് ആണ് ബാക്കിയുള്ള ആൾക്കാർ കൂടി വന്നത്. അപ്പോൾ രാത്രിയായിരുന്നു കേക്ക് കട്ടിങ്. അങ്ങനെ അവസാനം കേക്ക് മുറിക്കാനായി എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. ആ ഒരു സമയമായപ്പോൾ റിഫൂട്ടിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ട്. ആ ഒരു മൂഡ് ഓഫിൽ കേക്ക് കട്ട് ചെയ്തതും മോള് കരച്ചിൽ തുടങ്ങി. പിന്നെ ഞങ്ങൾ ബന്ധുക്കളെല്ലാവരും ചേർന്ന് കേക്കൊക്കെ കഴിച്ച് പിരിയുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അനിയത്തിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി നജു. ഇപ്പം ഞങ്ങളെയും കൂടി കൂട്ടുകാരിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവർക്ക് സൽക്കാരമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞാണ് ബീച്ച് കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ ബീച്ചിലേക്ക് പോന്നപ്പോൾ കുറേ ആൾക്കാർ കടലിൽ നിന്ന് കക്ക വരുന്നത് കണ്ടു. അപ്പോൾ അവരോട് ഞങ്ങൾ ഈ കക്ക ഇറച്ചിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് വാങ്ങിച്ച കക്ക ഇറച്ചിയും മലപ്പുറത്ത് നിന്ന് നെജു കൊണ്ടുവന്ന കപ്പയും വെച്ചിട്ടൊരു കിടിലൻ ഡിന്നറാണ് പിറ്റേ ദിവസം ഒരുക്കിയത്. അതിനായി കപ്പയൊക്കെ കൊത്തി നുറുക്കി തൊലി കളഞ്ഞ് വെച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്താക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ കക്കയിറച്ചീൻ്റെ വറവ് ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് അല്പം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും ഒരു സവാളയും പിന്നെ അല്പം മഞ്ഞളും മുളകും പൊടികൾ, പിന്നെ അല്പം തക്കാളി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കക്കയിറച്ചി അതിൻ്റെ ഷെല്ലൊക്കെ കളഞ്ഞെടുക്കാനാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് കക്കായുടെ അത്ര വലിപ്പമുള്ള സാധനമല്ല. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഓരിക്ക എന്നാണ് പറയുന്നത്. സാധാരണ കക്കയുടെ ഇത്തിരി ചെറിയ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പോൾ ഇത് പുഴുങ്ങി ഇതിനുള്ളിലുള്ള ഇറച്ചിയൊക്കെ വേർപ്പെടുത്തി എടുത്തു തന്നത് അനിയത്തിയാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് കക്ക പുഴുങ്ങുന്നതും അതിന് വൃത്തിയാക്കുന്ന വീഡിയോസൊന്നും എൻ്റെ കയ്യിലില്ലാത്തത്. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ ഇതൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുത്താൽ മതി. എന്നിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. അതിന് ശേഷം നമ്മളിതിലേക്ക് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. മലപ്പുറത്ത് നിന്നെത്തിയ കപ്പയും മാട്ടൂരിൻ്റെ കക്ക ഇറച്ചിയും ഒന്നിച്ച് ചേർന്നൊരു കിടിലൻ രുചിപ്രളയം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും കമൻസ് എഴുതാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.